റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് വികാരം, ഇത് രണ്ടും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. പ്രത്യേകിച്ചൊരു പഴയ CI എഞ്ചിനായിട്ടുള്ള ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എന്ന് പറയുന്നത് ഒരു വികാര ജീവി തന്നെയാണ്. റോഡ്സ്റ്റർ ആയിട്ടുള്ള മോട്ടോർ സൈക്കിളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എന്ന് പറയുന്നത്. റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് പഴയ എഞ്ചിനുണ്ട്, പുതിയ എഞ്ചിനുണ്ട്, രണ്ടിനും രണ്ടിൻ്റേതായിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ചിലർക്ക് പുതിയ എഞ്ചിനായിരിക്കും ഇഷ്ടം, ചിലർക്ക് പഴയ എഞ്ചിനായിരിക്കും ഇഷ്ടം. അതെല്ലാതും ഓരോരുത്തരുടെ റൈഡിങ് ക്യാരക്ടറിനും റൈഡിങ് സ്റ്റൈലിനും അനുസരിച്ചിരിക്കും. എന്നിരുന്നാലും പഴയ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിന് ഒരു പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ആ ഒരു ബുള്ളറ്റിൻ്റെ ഫീൽ തന്നെയാണ്. അത് പുതിയ ബുള്ളറ്റിന് കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പുതിയ ബുള്ളറ്റിന് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഓൾട്രേഷനും കാര്യങ്ങളും നടത്താനായിട്ടുണ്ട്. മെയിനായിട്ട് എക്സോസ്റ്റ് തന്നെയാണ് ആദ്യത്തെ കാര്യം. എക്സോസ്റ്റ് പുതിയ ബുള്ളറ്റിന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൗണ്ടിലുള്ള ആ ഒരു ഫീൽ എന്തായാലും ലഭിക്കും. എന്നിരുന്നാലും ഓടിക്കാനുള്ളൊരു ഫീൽ എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ പഴയ ബുള്ളറ്റിൻ്റെ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറൻ്റ് ആണ്. മെക്കാനിക്കലി കുറച്ചും കൂടിയും നോയ്സി ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് പഴയ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുതിയ ബുള്ളറ്റ് വാങ്ങിയ ഒരാൾ പഴയ ബുള്ളറ്റ് വാങ്ങിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും പഴയ ബുള്ളറ്റ് യൂസ് ചെയ്ത ഒരാൾ പുതിയ ബുള്ളറ്റ് വാങ്ങിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനെക്കുറിച്ചൊരു കഥ തന്നെ എനിക്ക് പറയാനുണ്ട്. കഥയല്ല, ഒരു ജീവിത സംഭവമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ബുള്ളറ്റ് വാങ്ങിക്കാനായിട്ട് അദ്ദേഹം യൂസ് ചെയ്തിരുന്നത് ഒരു 93 ആയിട്ടുള്ള ഒരു പഴയ ഒരു CI എഞ്ചിൻ ആയിട്ടുള്ള ഒരു ബുള്ളറ്റാണ്. അതിൽ നിന്നും അപ്ഡേറ്റ് ചെയ്ത് ഒരു UC ആയിട്ടുള്ള യൂണിറ്റ് കൺസ്ട്രക്ഷൻ എഞ്ചിൻ ആയിട്ടുള്ള ഒരു പുതിയ ബുള്ളറ്റ് വാങ്ങിക്കാനായിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു ഏത് ബുള്ളറ്റാണ് ബെറ്റർ, അല്ലെങ്കിൽ ഏത് മോഡലാണ് ഞാനിപ്പോൾ റോയൽ എൻഫീൽഡിൽ ചൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു എന്തായാലും ഇൻ്റർസെപ്റ്റർ 650 എന്ന് പറയുന്നത് ബെസ്റ്റ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ്, അതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്ക്, അതിനുശേഷം എന്തായാലും ആ ഒരു ഫീൽ അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു മോട്ടോർ സൈക്കിൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ ഒരു മോട്ടോർ സൈക്കിൾ ചെന്ന് ഓടിച്ചു. അദ്ദേഹത്തിന് ആ ഒരു ഫീല് ലഭിച്ചില്ല. കാരണം അദ്ദേഹത്തിന് 1993 മോഡലായിട്ടുള്ള ആ ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ഫീല് ലഭിച്ചില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ആ ഒരു മോട്ടോർ സൈക്കിൾ ഇൻ്റർസെപ്റ്റർ 650 എന്ന് പറയുന്ന ആ ഒരു മോട്ടോർ സൈക്കിളിനെ നല്ലതല്ല എന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന് ആ ഒരു പഴയ മോട്ടോർ സൈക്കിളിൻ്റെ ഫീൽ ലഭിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിന് ആ ഒരു 1993 റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എന്ന് പറയുന്നത് ഏകദേശം നല്ല റീസ്റ്റോറേഷൻ്റെ സമയമായിട്ടുള്ളൊരു ടൈമായിരുന്നു. ബാക്കിലെ ടയറൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ആ ഒരു ഷോറൂമിൽ നിന്നും അദ്ദേഹം നേരെ പോകുന്നത് ഒരു ടയർ ഷോപ്പിലേക്കാണ്. ബാക്കിലെ ടയർ പർച്ചേസ് ചെയ്യാൻ തന്നെയാണ്. അതിന് കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള 1993 ആയിട്ടുള്ള ആ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ഫീല് അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. അതാണ് ഞാൻ പറഞ്ഞ കാര്യം. പഴയ ബുള്ളറ്റുള്ളവർ പുതിയ ബുള്ളറ്റിലേക്ക് പോകുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് പറയുന്നത്. അതുമാത്രമല്ല, റോയൽ എൻഫീൽഡ് മേക്ക് ഇറ്റ് യുവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് റോയൽ എൻഫീൽഡ് തന്നെ ജെന്യൂൻ ആക്സസറീസ് ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹം റീസ്റ്റോർ ചെയ്യുന്ന അദ്ദേഹത്തിന് ആ ഒരു പഴയ ബുള്ളറ്റിനെ കൂടുതലും ആക്സസറീസ് യൂസ് ചെയ്തിരിക്കുന്നത് ജെന്യൂൻ ആക്സസറീസ് ആയിട്ടുള്ള ഈ ഒരു മേക്ക് ഇറ്റ് യുവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റിലെ കാര്യങ്ങളാണ്. അതാണ് എനിക്ക് കുറച്ചും കൂടി ഈ ഒരു മോട്ടോർ സൈക്കിൾ എന്തായാലും റിവ്യൂ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏകദേശം ഒരു 3 ടൈപ്പ് ഓഫ് പഴയ മോട്ടോർ സൈക്കിളാണുള്ളത്. 3 മോട്ടോർ സൈക്കിളും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഒരു മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു 1996 മോഡലായിട്ടുള്ള റോയൽ എൻഫീൽഡ് ബുള്ളറ്റാണ്. അത് ഏകദേശം പണിതിരിക്കുന്നത് റോയൽ എൻഫീൽഡ് എലക്ട്ര എന്ന് പറയുന്ന ആ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ഡിസൈനിലാണ്. അടുത്തൊരു മോഡൽ എന്ന് പറയുന്നത് ഒരു മിലിറ്ററി ബുള്ളറ്റാണ്. റോയൽ എൻഫീൽഡ് ഒരു മിലിറ്ററി ബുള്ളറ്റാണ്. അപ്പോൾ ഈ ഒരു മിലിറ്ററി ബുള്ളറ്റ് റീസ്റ്റോർ ചെയ്തിരിക്കുന്നത് ഏകദേശം ആ ഒരു മിലിറ്ററി ടച്ചും പ്ലസ് കുറച്ചും കൂടി വിൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളും, പ്രത്യേകിച്ച് വിൻറ്റേജ് ആയിട്ടുള്ള ലിവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത രീതിയിലാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത മോട്ടോർ സൈക്കിൾ ഞാൻ പറഞ്ഞ 1993 അതുപോലെ തന്നെ റോയൽ എൻഫീൽഡിൻ്റെ മേക്ക് ഇറ്റ് യുവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊജക്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിലുള്ള ജെന്യൂൻ ആക്സസറീസ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു മോട്ടോർ സൈക്കിൾ. പക്ഷേ ആ ഒരു മോട്ടോർ സൈക്കിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ക്ലാസിക് 350 ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു 3 മോട്ടോർ സൈക്കിളിൻ്റെയും ഡീറ്റെയിലേക്ക് തന്നെ കണക്കാം. റോയൽ എൻഫീൽഡിൻ്റെ മേക്ക് ഇറ്റ് ടുവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു മോട്ടോർ സൈക്കിളിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മുടെ കയ്യിലുള്ള ആദ്യത്തെ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു 96 മോഡലായിട്ടുള്ള റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ആണ്. പക്ഷേ ഈ ഒരു മോട്ടോർ സൈക്കിൾ ഏകദേശം പണിതിരിക്കുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡ് എലക്ട്ര എന്ന് പറയുന്ന ആ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ഡിസൈനിലാണ്. മഡ് ഗാർഡ് എല്ലാം മെയിനായിട്ട് പറയുന്നത് ഫ്രണ്ടിലെയും ബാക്കിലെയും ആ ഒരു കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു ടാങ്കൊക്കെ ഏകദേശം ഒരു എലക്ട്രയുടെ മോഡലിലാണ് പണിതിരിക്കുന്നത്. അടുത്ത മോഡൽ എന്ന് പറയുന്നത് മിലിറ്ററി ഒരു മോട്ടോർ സൈക്കിളാണ്. ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ഇയർ എന്ന് പറയുന്നത് ഏകദേശം 1990-നും 95-നും ഇടയിലുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. മിലിറ്ററി മോട്ടോർ സൈക്കിളിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. മെയിനായിട്ട് ഈ ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ഒരു മിലിറ്ററി ടച്ചോട് കൂടിയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. അതല്ലാതെ തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിളിന് കുറച്ച് അപ്ഡേഷനും കൂടിയും ഇതിൻ്റെ ഓണർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിവേഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വിൻറ്റേജ് സ്റ്റൈലായിട്ടുള്ള ലിവേഴ്സും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മിറേഴ്സ് എന്ന് പറയുന്നതും കുറച്ചും കൂടി വിൻറ്റേജ് ടച്ചോട് കൂടിയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. ഇതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമാണ് അല്ലെങ്കിൽ റീസ്റ്റോറേഷനാണ് ഞാൻ പറഞ്ഞ ആ ഒരു 93 മോഡലായിട്ടുള്ള റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ബുള്ളറ്റ് എന്ന് പറയുന്നത് കാഴ്ചയിൽ സെയിം തന്നെയാണ്. നമ്മുടെ നോർമലായിട്ടുള്ള ക്ലാസിക് 350യുടെ ഒരു ഡിസൈൻ തന്നെയാണ്. പ്രത്യേകിച്ച് കാണുമ്പോൾ ഒരു നോർമലായിട്ട് ബുള്ളറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളിനെ കുറിച്ചോ അധികം അറിയാത്ത ഒരാൾക്ക് ഇതൊരു പുതിയ ബുള്ളറ്റ് അത്രേ ഉള്ളൂ. പക്ഷേ ഇത് ശരിക്കും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. കൂടുതലും പേര് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മോട്ടോർ സൈക്കിൾ ഡിസൈൻ ചെയ്യുന്നത്. എന്നാലും വിൻറ്റേജ് സ്റ്റൈലിൽ മാത്രം ഡിസൈൻ ചെയ്യുന്ന എത്രയും പേരുണ്ട്. പല ടൈപ്പിൽ നല്ല G2 എന്ന് പറയുന്ന ആ ഒരു മോഡലിലൊക്കെ ഡിസൈൻ ചെയ്തിട്ട് കൊണ്ടുവരുന്ന റോയൽ എൻഫീൽഡിൻ്റെ പഴയ മോട്ടോർ സൈക്കിളായിട്ടുള്ള വിൻറ്റേജ് മോട്ടോർ സൈക്കിളായിട്ടുള്ള G2 മോഡലിലൊക്കെ റീസ്റ്റോർ ചെയ്ത് വരുന്ന ആളുകളുണ്ട്. പക്ഷേ അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഒരു പുതിയ ക്ലാസിക് സീരീസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് പുതിയൊരു മോട്ടോർ സൈക്കിളിനോടായിരുന്നു താല്പര്യം. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു ഫീൽ കിട്ടാത്തതുകൊണ്ട് തന്നെ പുതിയ മോട്ടോർ സൈക്കിളിൻ്റെ ഡിസൈനിൻ്റെ പഴയ എഞ്ചിൻ അതാണ് ഈ ഒരു 1993 ആയിട്ടുള്ള റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്. അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കൂടുതലും റോയൽ എൻഫീൽഡിൻ്റെ ജെന്യൂൻ ആക്സസറീസ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു പഴയ എഞ്ചിൻ യൂസ് ചെയ്തിട്ട് ടോട്ടലി പുതിയൊരു ക്ലാസിക് രീതിയിൽ പണിയാന്നുള്ളതൊരു പുതിയൊരു കാര്യമല്ല. പക്ഷേ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. മേക്ക് ഇറ്റ് ടുവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഏകദേശം 2017 ഇന്ത്യ ബൈക്ക് വീക്കിന് പോയത് ഒരു 92 ആയിട്ടുള്ളൊരു ബുള്ളറ്റിലാണ്. അതുമാത്രമല്ല അതും ഏകദേശം ഒരു ക്ലാസിക് രീതിയിൽ തന്നെ പണിതിട്ടുള്ള ബുള്ളറ്റാണ്. പക്ഷേ ഇത്രയും ഫിനിഷ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മോട്ടോർ സൈക്കിൾ ഫിനിഷിനല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതൊരു റൈഡിങ് കംഫോർട്ടും കുറച്ചും കൂടിയും ലോങ് പോകാനുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ ആ ഒരു മോട്ടോർ സൈക്കിൾ ഡിസൈൻ ചെയ്തതും റീസ്റ്റോർ ചെയ്ത് കൊണ്ടുവന്നതും. ഈ ഒരു മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും റോയൽ എൻഫീൽഡിൻ്റെ ജെന്യൂൻ ആക്സറീസ് തന്നെയാണ്. ഈ ഒരു മിറേഴ്സൊക്കെ റോയൽ എൻഫീൽഡിൻ്റെ ജെന്യൂൻ ആക്സറീസ് ആണ്. പക്ഷേ ഈ ഒരു ആക്സറീസിൻ്റെ പ്രൈസിങ് ആണ് കുറച്ച് ഹെവി ആയിട്ട് എനിക്ക് തോന്നിയത്. ഈ ഒരു 2 മിററിന് പ്രൈസ് വരുന്നത് 4000 രൂപയാണ്. അപ്പോൾ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലും ഈ ഒരു ജെന്യൂൻ ആക്സസറീസ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ഡിസ്കിൻ്റെ റിസർവോയർ ക്യാപ്പ് എന്ന് പറയുന്നതും റോയൽ എൻഫീൽഡിലെ ജെന്യൂൻ ആക്സസറീസ് ആണ്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഗ്രിൽ എന്ന് പറയുന്നത് ഹെഡ്ലൈറ്റിൻ്റെ ഫ്രണ്ട് ഗ്രില്ലും ജെന്യൂൻ ആക്സസറീസ് ആണ്. അതുപോലെ തന്നെ ക്രാഷ് ഗാർഡ്, അലോയ്സ്, സീറ്റ്, ഈവൻ സീറ്റ് അടക്കം റോയൽ എൻഫീൽഡിൻ്റെ ടൂറിംഗ് എന്ന് പറയുന്ന ആ ഒരു സീരീസിലുള്ള ആ ഒരു സീറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ആക്സസറീസും റോയൽ എൻഫീൽഡിൻ്റെ ജെന്യൂൻ ആക്സസറീസ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫറെൻറ്റ് ക്വാളിറ്റിയിൽ നമുക്ക് എന്തായാലും കാണാനുണ്ട്. പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലാണ് കുറച്ച് ഹെവി ആയിട്ട് നിൽക്കുന്നത്. അലോയ്സ് എന്ന് പറയുന്നതും കുറച്ചുകൂടി നല്ലൊരു ഡിസൈൻ ആയിട്ടുള്ള അലോയ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്തിട്ടുള്ള അലോയിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള ആക്സസറീസ് അലോയ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിലൊരു സം ഗാർഡ് വെച്ചിട്ടുണ്ട്, അതും റോയൽ എൻഫീൽഡ് തന്നെയാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ റോയൽ എൻഫീൽഡിൻ്റെ ജെന്യൂൻ ആക്സസറീസ് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. അത് മിററിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനായിട്ടുള്ളത്. വൈബ്രേഷൻ ഒട്ടും തന്നെ ഇല്ല. സീറ്റ് എന്ന് പറയുന്നതും ഈ ഒരു ടൂറിംഗ് സീറ്റ് എന്ന് പറയുന്നതും അത്യാവശ്യം ഒരു കുഷനിങ് ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് ഈ ഒരു 3 വണ്ടിയിലും വെച്ചിട്ട് ഏറ്റവും നല്ലൊരു സീറ്റ് എന്ന് തോന്നിയത് എനിക്ക് ആ ഒരു ഇലക്ട്രിക്കൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സീറ്റാണ്. അതൊരു പഴയ ടൈപ്പ് ഓഫ് ഒരു സീറ്റാണ്. എന്നിരുന്നാലും കുറച്ചുകൂടിയും ഒരു കംഫോർട്ട് എനിക്ക് ഫീൽ ചെയ്തത് ആ ഒരു സീറ്റിലാണ് ഈ ഒരു 3 മോട്ടോർ സൈക്കിളും കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ റോയൽ എൻഫീൽഡിൻ്റെ ടൂറിംഗ് സീറ്റ് എന്ന് പറയുന്നത് റൈഡർക്ക് കുറച്ചും കൂടിയും കംഫോർട്ട് ഉണ്ട്, നല്ലൊരു കംഫോർട്ട് തന്നെ പറയാം. പക്ഷേ പില്ലിയന് ആ ഒരു വിചാരിച്ച ഒരു കംഫോർട്ടൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഏകദേശം ഈ ഒരു ടൂറിംഗ് സീറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3800 രൂപയാണ്. അപ്പോൾ മാനുഫാക്ചേഴ്സ് തന്നെ അവരുടെ എക്സ്ട്രാ ആക്സസറീസ് കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി അവർക്ക് സെയിൽ ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും. അതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് എല്ലാവരുടെ മോട്ടോർ സൈക്കിളും ഒരു യൂണീക്കായിട്ട് നിൽക്കണം എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജെന്യൂൻ ആക്സസറീസിന് അതിൻ്റേതായിട്ടൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നമുക്കറിയാം ഇപ്പോൾ അടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ ഇഷ്യൂ ആണ്. മോഡിഫിക്കേഷൻ ഇഷ്യൂവിൽ എക്സ്ട്രാ ആക്സസറീസ് ചെയ്യുന്നത് പ്രശ്നമുള്ള ഒരു രീതിയാണ് എല്ലാവരും പറഞ്ഞിരുന്നത്.
പക്ഷേ നമ്മൾ കമ്പനി ചെയ്യുന്ന ജെന്യൂൻ ആക്സറീസ് ആണെങ്കിൽ എംവിഡി തന്നെ പറയുന്നത് പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി കൊണ്ടുവരുന്ന ജെന്യൂൻ ആക്സറീസിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഒരു കമ്പനി തന്നെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആക്സറീസ് കൊണ്ടുവരുന്നതിൻ്റെ അടുത്ത ഏറ്റവും ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഓൾട്ടറേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനെല്ലാത്തിനും കറക്റ്റായിട്ടുള്ള കാറ്റലോഗ്സ് ഈ ഒരു കമ്പനികൾ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മിറർ തരുമ്പോൾ ഈ ഒരു മിറർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു കാറ്റലോഗോട് കൂടി തന്നെയാണ് ഈ ഒരു ആക്സറീസ് വരുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ റോയൽ എൻഫീൽഡ് മാത്രമല്ല, എല്ലാ കമ്പനീസും അവരുടേതായിട്ടുള്ള ജെന്യൂൻ ആക്സറീസ് കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു മോട്ടോർ സൈക്കിൾ റീസ്റ്റോർ ചെയ്യാനായിട്ട് ടോട്ടൽ എത്ര എമൗണ്ട് ആയി എന്ന് അറിയണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. അപ്പോൾ റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത് ഒരു വികാരം സൃഷ്ടിച്ച ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. ഒരു വികാരം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ എടുക്കുന്ന ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എന്ന് പറയുന്നത്. അതിലെ പഴയത് പുതിയത് അത് രണ്ടും രണ്ട് ക്യാരക്ടറാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, രണ്ടും രണ്ടിൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. പക്ഷേ ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു ഫീല് കിട്ടുന്നത് ആ ഒരു പഴയ ഒരു CI എൻജിൻ തന്നെയാണ്. എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. അത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. പക്ഷേ പേഴ്സണലി ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ആ ഒരു ഫീൽ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു പഴയ ബുള്ളറ്റ് തന്നെയാണ്. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനായി മാത്രം നിങ്ങൾ നോക്കുക. ഞങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അണ്ടിൽ ദെൻ, ചാവോ.